അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അൽ റയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് സ്വരാജ്യ സ്നേഹം. ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട തയ്യബ ഉസ്താദിൻ്റെ ബൈത്തുകളിൽപ്പെട്ട സ്വരാജ്യ സ്നേഹം എന്ന ബൈത്ത് ഒന്നാം ഭാഗം ഇട്ടിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ മനുഷ്യനും പ്രകൃതിയിൽ കാണുന്നത് ഓരോരോ മണ്ണിനുള്ള ഗുണവും തന്നത്. സൃഷ്ടിച്ചതേതു സ്ഥലത്തു നിന്നാണോ അത് മാതാവ് എന്നാണ് അവനും കരുതേണ്ടത്. മാതാവിനോട് മുഹബ്ബത്താർക്കും ഉള്ളതാ, അതുപോലെ ജന്മസനത്തിനോടും വേണ്ടതാ. ചൂടേറ്റു പാലും മൂറിമുലയിൽ നിന്ന് കുഴിച്ചിട്ട് കൊണ്ട കുട്ടികൾ വളരുന്നു. അതുപോലെ വെള്ളം, വായു ഇവകൾ മൂലം വളരുന്നു കുല്ലു മനുഷ്യനും പലകാലം. സ്വരാജ്യ സ്നേഹം ഇല്ല എന്നാൽ നാടുകൾ നശിക്കേണ്ടി വരുമെന്ന് തന്നെ കൗലുകൾ. ഉമർ ബിൻ ഖത്താബുണ്ട് അതിൽ മുൻപന്തിയിൽ. ഇത് റൗളുൽ ഖിയാർ നോക്കിയാൽ കാണുന്നതാ. അതു കണ്ട് തന്നെ നോക്ക് കുന്നും കുഴികളും, മണിമേട കൊണ്ട് നിരന്ന് തുറസായി വഴികളും. മാറാത്ത രോഗത്തിന് പോലും നിരവധി സ്വരാജ്യ വെള്ളം വായു എന്ന പ്രതിവിധി. നാടോട് കൂറില്ലാത്തവൻ പെറ്റുമ്മയെ വെറുക്കുന്നതാണവനില്ല തെല്ലും നന്ദിയേ. ഒരു പുതിയ കൊട്ടാരം മുആവിയ സിറിയയിൽ പണി തീർത്തു മൈസൂൻ ഭാര്യ താമസിക്കാനതിൽ. പൊന്നിൻ്റെ പാത്രം എത്രയോ അതിലുണ്ട്, കൂടാതെ വെള്ളിയിലുണ്ടതും പലതുണ്ട്. പട്ടിൻ്റെ ഇനത്തിൽ തന്നെ സൈസുകൾ അനവധി, സൗന്ദര്യദാസികളുണ്ട് ചുറ്റും നിരവധി. ആഭരണമുണ്ടണിയാൻ അതുല്യം തന്നത്, റൈഹാന്റെ മാരുതനാശ്വസിക്കാനുള്ളത്. പാറുന്നു പറവകൾ പാട്ടുപാടി തോട്ടമിൽ, അതു കേട്ട് കർണപുടങ്ങളും സംതൃപ്തിയിൽ. ചുരുക്കി പറഞ്ഞാൽ പദവി വൽക്കീസിൻ്റെതാ, മൈസൂനയെങ്കിൽ തന്നെ ദുഃഖം പൂണ്ടതാ. ജനനസ്ഥലം നജ്ദാണതോർക്കും കൊണ്ട്, കരയുന്നു ഇവ പുല്ലായി ഗണിച്ചും കൊണ്ട്. ഇത് കേട്ടറിഞ്ഞു മുആവിയ റളിയല്ലാഹ് ബന്ധം വിടർത്തി അയച്ചു സുബ്ഹാനല്ലാഹ്. ഇവരാണ് യസീദിൻ്റെ ഉമ്മയെന്നവർ ഹാമില, പ്രസവിച്ചതും പിന്നീട് സ്വന്തം നാട്ടിലാ. സുഹൃത്തുക്കളെ ഇവ മുഴുവനും കൈവിട്ടത് ഹുബ്ബുൽ വിദാൻ അല്ലാതെ മറ്റെന്താണ്. മറുനാട് കാടാ സ്വന്തം നാടാ വീട്, തരം കിട്ടിയാൽ പറയും സുഹൃത്തും പോടാ.
നബി മുസ്തഫ ഹിജ്റ ദിനം കരഞ്ഞില്ലേ, അത് സ്വന്തം നാടോടുള്ള ഹുബിലുമല്ലേ. കിവിലക്ക് നീര തിരിഞ്ഞു നിന്നും കൊണ്ട് നബി അന്ന് പ്രാർത്ഥന ചെയ്തതായി അറിവുണ്ട്. മക്കമേ നിന്റെ അഹ്ലുകാരിന്നെന്നെ പുറത്താക്കുവാൻ തുനിഞ്ഞില്ല, എന്നാൽ പിന്നെ എനിക്കിഷ്ടമല്ലേ വിട്ടുപിരിയാനെന്ന് തിരുമുസ്തഫ പറഞ്ഞില്ലയോ പിരിഞ്ഞന്ന്. ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിനും ഇതുകൊണ്ട് നാക്കനക്കുന്ന കാലം മുഴുവനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.